വിത്സിന്റെ ജോഡി കോൺടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോഡി ആപ്പിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാലോ. ഈ ഡിപ്ലോമ 10th +2 അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരോ അതോ അല്ലെങ്കിൽ അതിന് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് മാച്ച് മേക്കിംഗ് ആപ്പാണ് ജോഡി ആപ്പ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഗെയിമായിട്ടാണ്. അപ്പൊ നമ്മൾ ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ കണ്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച ഒരു ഗെയിം കൂടെ അല്ലേ. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാല്ലേ? അതെ, അപ്പൊ നമുക്ക് ചേച്ചിയും ചേട്ടന്മാരൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങളും വാ. ഞങ്ങൾ ആക്ച്വലി ഒരു ജോഡി കോൺടെസ്റ്റിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഒരു സിനിമയുടെ ഫോട്ടോ കാണിക്കും. അപ്പം ആ ജോഡികളെ റെക്കഗ്നൈസ് ചെയ്യണം. ഇത് ഏതാ സിനിമ ആൻഡ് ആ സിനിമയിലത്തെ കഥാപാത്രത്തിന്റെ പേരും പറ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ 500 രൂപ കിട്ടും. അത് ജയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ട് ഉണ്ട്. അതിനും കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ ലഭിക്കും. അങ്ങനെ മൊത്തം 1000 രൂപ കിട്ടുക. പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റിന് ആൻസർ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്ന കാശ് തിരിച്ചു വാങ്ങും. അതാണ് ഗെയിം. എല്ലാ ഗെയിമും ഇങ്ങനെ തന്നെയാണ്. ഹായ് ചേട്ടാ, പേരെങ്ങനെയാ? അഖിൽ. ആദർശ്, വീഡിയോ പ്രൊഡക്ഷൻ. രതിൻ, തൗഹീദ്, അജയ്, ബില്ലിംഗ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുക. മിച്ചു. അഖിൽ, ഇലക്ട്രിക്കൽ വർക്ക്. അശ്വിൻ. ഓട്ടോ ഒക്കെ ഉണ്ടോ? അപ്പൊ എന്തായാലും ഫസ്റ്റ് ഫോട്ടോ കാണിക്കാൻ പോണേ. ആനച്ചന്തം. പാളിപ്പോയി. ജയറാം. ക്യാരക്ടറിന്റെ പേര് പറയണം. ഇത് ഏതാ സിനിമ എന്ന് മനസ്സിലായോ? വീട്ടിൽ ചില ഇല്ല. വീണ്ടും ചില വീട്ടുകാരിയാണ്. പാടം കറക്റ്റാണ്. ക്യാരക്ടറിന്റെ പേര് ചെറുതായിട്ട് അടുത്തൊക്കെ വരുന്നുണ്ട്. രജി, സജി എല്ലാം പറയാം. ഭാവന. പൊളി. ഈ പടം കണ്ടിട്ടുണ്ടോ? പടം കണ്ടിട്ടുണ്ട്. ഈ ക്യാരക്ടറിന്റെ പേര് ഓർമ്മ പേര് കിട്ടുന്നില്ല. ജയശ്രീ. ഓ പൊളി, കറക്റ്റ് ഉത്തരം. അതെ, ഈ പടത്തിന്റെ പേരെന്താ? മൂവിയുടെ പേരും ഈ ക്യാരക്ടേഴ്സിന്റെ പേരും. സ്വപ്നക്കൂട്. കറക്റ്റ് ആണ്. പൃഥ്വിരാജിന്റെ ശേഷം കൊച്ചുകുഞ്ഞാണ്. പൃഥ്വിരാജിന്റെ പേര് കുഞ്ഞുഞ്ഞ്. കറക്റ്റ് ആണ്. കണ്ടുപിടിച്ച്. മറ്റേത് കമല. കമലം. കമല. correct. Okay, correct. അടിപൊളി. ഈ ജോഡിയുടെ ക്യാരക്ടർ നെയിം എന്താണ്? മഹേഷ്. ഓ പൊളി. കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. മഹേഷ് ഉത്തരം പറഞ്ഞു. ഇനി അടുത്ത ആളുടെ ക്യാരക്ടറിന്റെ പേര് അറിയില്ല. ഇതേതാ മൂവിന്ന് മനസ്സിലായാ? മൂവി ഏതാന്ന് മനസ്സിലായില്ല, കണ്ടിട്ടുണ്ട് പക്ഷേ മൂവി ഏതാന്ന് ഇല്ല. ഈ ക്യാരക്ടറിന്റെ പേര് ഓർമ്മ ഇല്ല. ഭയങ്കര ഫേമസാ. മൂവി ഏതാന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവരുടെ ആക്ട്രസിന്റെ പേര് എനിക്കറിയാം. സോറി, ഫഹദ്. പിന്നെ 1000 രൂപയ്ക്കുള്ള ചോദ്യമാണേ. നാക്കിന്റെ തുമ്പത്തുണ്ട്. ക്യാരക്ടറിന്റെ പേര് ഓർക്കുന്നില്ല. അപ്പൊ 500 രൂപ പോയി. പെണ്ണിന്റെ അറിയത്തില്ല. രണ്ടുപേരും അറിയില്ല സല്ലാബോ. ക്യാരക്ടർ പേര്. 3 സെക്കൻഡ് എണ്ണിക്കോ. 5 സെക്കൻഡ് ടൈം പോകുന്നുണ്ട് കേട്ടോ. 1 2 3. മഞ്ജുവരന്റെ പേര് രാധ. ഇപ്പൊ 2 ആൻസർ ഇട്ടാ. അപ്പൊ ചേട്ടൻ 1000 രൂപ. ഈ പടം കുമ്പളങ്ങ കറക്റ്റ്. അപ്പൊ ഈ ക്യാരക്ടറിന്റെ പേര് അറിയായിരിക്കും എന്തായാലും. ഷമ്മി. പൊളി. അപ്പൊ നമ്മുടെ ചേട്ടൻ 1000 രൂപ വിൻ ചെയ്തിരിക്കുകയാണ്. ചേട്ടന്റെ റിയൽ ലൈഫിൽ ഇതേപോലെ ഒരു ജോഡി ഉണ്ടോ? ഇല്ല. ഭാവിയില വേണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. ആഗ്രഹമുണ്ട്. ഒരാളെ കിട്ടിയാൽ കൊള്ളാമെന്നില്ലേ? കൊള്ളാം. ഉറപ്പായിട്ടും. ഷമ്മിനെ പോലത്തെ ഒരു ഭാര്യ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. എന്തൊക്കെയാണ് ഭാവി ജോഡിയെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ? എന്തൊക്കെയാണ്? ഒരു അത്യാവശ്യം കുറച്ച് വിദ്യാഭ്യാസം, പിന്നെ അത്യാവശ്യം കുറച്ച് പാട്ടൊക്കെ പാടാൻ കഴിയുന്നുണ്ടെങ്കിൽ കുറഞ്ഞുകൂടി ഇഷ്ടം. കുറച്ച് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയും അത്യാവശ്യം സൗന്ദര്യം വേണം. കാരണം എന്റെ ഒപ്പം നിൽക്കാനുള്ള സത്യത്തില് നീ ആരാ? നമ്മുടെ ക്യാരക്ടറിനനുസരിച്ച് നിൽക്കണം. നല്ല ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാണ്ടിരിക്കാം. കാരണം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നടക്കണം. ഇതില്ല, നമുക്ക് മാച്ച് ആയാൽ മതി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ട്രിപ്പ് പോകണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? പുറത്തേക്കൊക്കെ എവിടെ? ഒരു പട്ടായ. അത് കെട്ടുന്നതിന് മുമ്പ് പോകണമെന്നുണ്ടോ? കുറച്ചുകൂടെ നല്ല കെട്ടുന്നതിന് മുമ്പ് പോകണമെന്നുണ്ടോ? പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? വേൾഡ് പോകാൻ താല്പര്യം. കല്യാണം കഴിക്കാൻ ട്രിപ്പ് അടിക്കാം അല്ലേ? ഹിമാലയ പോലെ ഓട്ടോറിക്ഷയ്ക്ക് പോകാനായിട്ടുള്ള ഓട്ടോറിക്ഷയിലെ. അതാണ് ക്രൈസ്. എന്നാൽ ചേട്ടനൊരു പറ്റിയൊരു ജോഡീനെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ജോഡി ആപ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ചേട്ടൻ? എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. കേട്ടിട്ടൊക്കെ ഉണ്ട്, ഉപയോഗിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ട്. എന്താണ് സംഭവം? ഈ ജോഡി ആപ്പ് എന്നിട്ടുണ്ടെങ്കിൽ 10th +2 ഡിപ്ലോമ അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരോ അതോ അല്ലെങ്കിൽ അതിന് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് മാച്ച് മേക്കിംഗ് ആപ്പാണ് ജോഡി ആപ്പ്. ഇത് ഭയങ്കര ഈസി യൂസ്
ഗെയിംസ് ആണ്, മലയാളത്തിലാണ് ആപ്പ്. നമുക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കണക്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്രൊഫൈൽസ് ഉണ്ട്, ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ് ഉണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മൾ ജോഡി ആപ്പ് യൂസ് ചെയ്യുമ്പോൾ വുമൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് 100% സേഫ് ആണ്. സേഫ് ആയിരിക്കും. അതെ, എസ്പെഷ്യലി ഇതിലെ ഗ്രൂംസിന്റെ പ്രൊഫൈൽസ് ഒക്കെ ഗവൺമെന്റ് ID വെരിഫൈഡ് ആണ്. അപ്പൊ എന്തായാലും ജോഡി ആപ്പ് വഴി കണ്ടെത്താൻ പോലെ നോക്കാം. തകർത്തിരിക്കും. അപ്പൊ അടിപൊളിയല്ലേ? എന്തായാലും ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യല്ലേ ജോഡി ആപ്പ്? അല്ലേ? ഞാൻ തയ്യാറാണ്. തയ്യാറാണ്. ഓക്കെ, ചെയ്യാം. കല്യാണം 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 100% സേഫ്. ജോഡി ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ പെർഫെക്റ്റ് മാച്ചിനെ കണ്ടെത്തൂ.